Welcome dear students. എല്ലാവർക്കും വിൻപോയിന്റിൻ്റെ അമ്പലക്കണ്ടി വിൻപോയിന്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഞാൻ ജിൻഡോ ജോസഫ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ചാപ്റ്റർ നമ്പർ 1 ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ചാർജസ്. അതിൽ ആദ്യത്തെ പാർട്ട് ഇലക്ട്രിക് ചാർജ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. ഇലക്ട്രിക് ചാർജിൽ ടൈപ്പ് ഓഫ് ചാർജസ്, പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് ആൻഡ് വാട്ട് ഈസ് എ ചാർജ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഈ ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു ചാർജ് എന്താ ചാർജ്, വാട്ട് ഈസ് എ ചാർജ്. ചാർജ് ഈസ് ദ ഇൻഹെറൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ആൻ ഒബ്ജക്റ്റ്. സോ ദ ഒബ്ജക്റ്റ് വിച്ച് പൊസസ് ഇൻഹെറൻറ്റ് പ്രോപ്പർട്ടി ക്യാൻ ക്രിയേറ്റ് എ ഫോഴ്സ്. ഇൻഹെറൻറ്റ് പ്രോപ്പർട്ടി ഉള്ള ആൾക്കാർക്ക് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ദിസ് ഫോഴ്സ് ക്യാൻ ബി, ഇൻ ദ കേസ് ഓഫ് ചാർജസ്, ദിസ് ഫോഴ്സ് ക്യാൻ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. നമ്മൾ പറഞ്ഞു ലൈക്ക് ചാർജസ്, രണ്ട് പോസിറ്റീവ് ചാർജ് വെക്കുകയാണെങ്കിൽ റിപ്പൽ ചെയ്യുന്നു, പോസിറ്റീവ് നെഗറ്റീവ്. അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ചോദ്യം ഇതാണ്, ചാർജ് പാർട്ടിക്കിൾസ് ക്യാൻ ക്രിയേറ്റ് എ ഫോഴ്സ്. ലൈക്ക് ചാർജസ് റിപ്പൾസീവ് ഫോഴ്സ്, അൺലൈക്ക് ചാർജസ് അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഹൗ to find the magnitude of the force, that is the next question. You will get the answer once this session is over. അപ്പോൾ ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ കിട്ടും? ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് തരുന്നത് ഫേമസ് സയൻറ്റിസ്റ്റ് കൂളം. സോ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക കൂളംസ് ലോ, അതിൻ്റെ ബേസിക്സ് 1-2 പ്രോബ്ലംസ് ആണ്. ആഫ്റ്റർ ദിസ് വൺ വി വിൽ ഡിസ്കസ് മോർ ഡീറ്റെയിൽ അബൌട്ട് ദിസ് ടോപ്പിക്. മോർ പ്രോബ്ലംസ് നമ്മൾ ചെയ്യും based on your entrance pattern. Some questions already I have prepared. That questions we will discuss after this video. Alright? അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ ടോപ്പിക്ക്? കൂളംസ് ലോ ആണ് ടോപ്പിക്ക്. വാട്ട് ഈസ് കൂളംസ് ലോ? ഫോഴ്സ് ഓഫ് രണ്ട് ചാർജ് പാർട്ടിക്കിൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൾഷനോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് തരുന്ന ആളാരാണ്? കൂളംസ് ലോ. സോ നോക്കിക്കോളൂ, കൺസിഡർ ഐ എം ഹാവിങ് എ പോസിറ്റീവ് ചാർജ് പ്ലസ് ക്യൂ ഓവർ ഹിയർ, പ്ലസ് ക്യൂ. Next charge particle another plus q1. I am saying plus q1. Here I am one charge particle plus q2. So I am having 2 charge particle plus q1 plus q2. So since both charge particles are positive, there should be force of repulsion, right? Positive, they repel each other. So on this charge particle, one force will be there. Before that one I am saying, these 2 charge particles are separated by a distance r. The center of the charges are separated by a distance r. Magnitude. So on this charge particle, one force will be there. Positive, repulsive force. So repulsive force means what? One force will acting in which direction? This direction. What force? It is repulsive force. See, on this charge particle, because of this q1, one force exists that exactly acting in this direction. So one day when I was teaching like this, ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് പോയി കുട്ടി ചോദിച്ചു, അല്ല സാർ നിങ്ങളിപ്പോൾ എന്തിനാ അത് ഇങ്ങോട്ട് വരച്ചത്? ഇതാ ഈ Q2ന് മുകളിൽ ഇങ്ങനെ വരച്ചൂടെ? ഫോഴ്സ് ഇങ്ങോട്ട് ആയിക്കൂടെ? അല്ലെങ്കിൽ ഇതിൻ്റെ Q1ൻ്റെ ഫോഴ്സ് ഇങ്ങോട്ട് ആയിക്കൂടെ? അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയും. അപ്പോൾ നോക്കിക്കോളൂ. അപ്പോൾ 2 ചാർജ് പാർട്ടിക്കിൾ Q1 and Q2, both the charge particle exerts a force. This is one force and this is one force. അപ്പോൾ ഈ ഫോഴ്സ് എഴുതുമ്പോൾ നമ്മൾ എഴുതുക എപ്പോഴും ഫോഴ്സ് ഓൺ ബൈ ആണ്. ഓൺ ബൈ. ഫസ്റ്റ് നമ്പർ റെപ്രസെൻറ്റ്സ് ഓൺ, സെക്കൻഡ് നമ്പർ റെപ്രസെൻറ്റ്സ് ബൈ. സോ ഫസ്റ്റ് ചാർജ് പാർട്ടിക്കിൾ ഐ എം റൈറ്റിംഗ് ഫോഴ്സ് ഓൺ 1 because of the second charge. ഇവിടെ എന്താ എഴുതുക? സെക്കൻഡ് ചാർജിൻ്റെ മുകളിലുള്ള ഫോഴ്സാണ്. സോ വി വിൽ സേ ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ്, റൈറ്റ്? അപ്പോൾ 2 ഫോഴ്സ് ഉണ്ട്. സോ ഇറ്റ് ഈസ് സെയിങ് ദാറ്റ് ഫസ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് കൂളംസ് ലോ. അക്കോർഡിംഗ് ടു കൂളംസ് ലോ, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ, between 2 charge particle is directly proportional to product of their charges q1 into q2. Force of attraction or repulsion between 2 charge particle is directly proportional to product of their charges and inversely proportional to
square of the distance between them, inversely proportional to square of the distance between them. This is the magnitude. How to say? According to Coulomb's law, force of attraction or repulsion between two charges, point charges, is directly proportional to product of their charges and inversely proportional to square of the distance between them. Right? So we know that this proportionality constant is not good for us, isn't it? നമ്മൾ proportionality കണ്ടാൽ എന്താ ചെയ്യുക? നമുക്ക് ഒരു കോൺസ്റ്റന്റ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് ആൻഡ് ഈക്വൽ സൈൻ. വി ആർ ചേഞ്ചിങ് ദിസ് proportionality by equal sign and a constant k. Right? K into q1 q2 divided by r square. This is the equation. F is equal to k q1 q2 divided by r square. This is the magnitude of the force. Magnitude of the force. അപ്പോൾ നോക്കിക്കോളൂ, k q1 q2 by r square ആണ്. What is the value of this k? Where k is equal to 1 by 4 pi epsilon naught. K is equal to 1 by 4 pi epsilon naught, where k is equal to its value is 9 into 10 to the power 9. അത് പഠിച്ചു വെച്ചോളൂ. ഈ കെയുടെ വാല്യൂ 9 into 10 to the power 9, -9 അല്ല. നോക്കുക, കെയുടെ വാല്യൂ ആണിത്. കെ is equal to 9 into 10 to the power 9. നമുക്ക് യൂണിറ്റ് വേണം. നോക്കുക, കെയുടെ യൂണിറ്റ് വേണം എന്ത് ചെയ്യുക? കെനോട് വെക്കുക, ബാക്കി എല്ലാത്തിനും ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ഹിയർ ഫോഴ്സ് ഈസ് ദെയർ. അപ്പോൾ ഫോഴ്സ് വരുമ്പോൾ യൂണിറ്റ് ന്യൂട്ടൺ വരും. ഡിസ്റ്റൻസ് സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോൾ മീറ്റർ സ്ക്വയർ ഡിസ്റ്റൻസ്, മീറ്റർ സ്ക്വയർ. ചാർജ് ഗോയിങ് ഡൗൺ, സോ ഗോയിങ് ഡൗൺ Coulomb square. So Newton meter square Coulomb raised to -2 is its unit. So ഒന്നുകൂടെ പറയുന്നു, F is equal to, what is the equation? K q1 q2 by r square. What is K? K is equal to 1 by 4 pi epsilon 0. What is its magnitude? 1 by 4 pi epsilon 0, 9 into 10 to the power 9. So here നിങ്ങളൊരു പുതിയ ടേം പഠിക്കാൻ പോവുകയാണ്, epsilon 0. Right? What is this epsilon 0? I am writing over here. Epsilon 0 is called permittivity of free space. Permittivity of free space, where epsilon 0 is called permittivity of free space. അപ്പോൾ ഈ പെർമിറ്റിവിറ്റിയുടെ കാര്യം പറയുമ്പോൾ മീൻസ് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം വി ആർ ഹിയറിംഗ് ദിസ് പെർമിറ്റിവിറ്റി അല്ലേ. എന്താ ഈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്? ഇതിപ്പോൾ ഒരു മീഡിയം ആണെങ്കിൽ നമ്മൾ പറയും പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം, പെർമിറ്റിവിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ഇത് പറയുമ്പോൾ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. നമ്മൾക്ക് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, light travels through air, light travels through glass, light travels through water. In that all cases നമുക്കൊരു കോൺസ്റ്റന്റ് ഉണ്ട് അവിടെ. We are saying it as refractive index. അല്ലേ? refractive index നമ്മൾ പറയും refractive index represented by mu or n. refractive index for air പറയുകയാണെങ്കിൽ നമ്മൾ പറയും refractive index for air is 1, refractive index for water is 1.33, refractive index for glass 1.5. refractive index for air 1, water 1.33, glass 1.5. അപ്പോൾ ചോദിക്കാൻ എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഇവിടെ എനിക്ക് പറയാൻ കഴിയും ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റർ എയറിലാണോ വാട്ടറിലാണോ ഗ്ലാസ്സിലാണോ ലൈറ്റ് കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുക? നോ ഡൗട്ട് എയറിലാണ്. അപ്പോൾ എയറിൽ കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു, അതിനുശേഷം വാട്ടർ, ആഫ്റ്റർ ദാറ്റ് ഗ്ലാസ്. ആസ് യു കമ്പയർ ദീസ് ത്രീ. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും ആസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻക്രീസസ് സ്പീഡ് ഓഫ് ലൈറ്റ് ഡിക്രീസസ്. സോ നമുക്ക് പറയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മീഡിയം. എന്താണ്? വിച്ച് കൺട്രോൾസ് ദ പാസേജ് ഓഫ് ലൈറ്റ് ത്രൂ ഇറ്റ്. ഒരു ലൈറ്റ് ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്ന ദാറ്റ് പ്രോപ്പർട്ടി വി ക്യാൻ കോൾ ഇറ്റ് ആസ് വാട്ട്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സിമിലർലി എപ്സിലോൺ ഓർ എപ്സിലോൺ 0, എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റിയാണ്. പെർമിറ്റിവിറ്റി is the property of a medium, ഒരു മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്, വിച്ച് കൺട്രോൾസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ത്രൂ ഇറ്റ്. ഒരു മീഡിയത്തിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കോൺസ്റ്റൻറ്റ്, ദാറ്റ് കോൺസ്റ്റൻറ്റ് വി ക്യാൻ സേ പെർമിറ്റിവിറ്റി. അത് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എയർ ആണെങ്കിൽ നമ്മൾ പറയും പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ പെർമിറ്റിവിറ്റി ഓഫ് air. It is represented by epsilon naught. Its value is given by
8.852 into 10 to the power minus 12 into 10 to the power minus 12. So what will be the unit? അപ്പോൾ നിങ്ങൾക്ക് എപ്സിലോണിൻ്റെ യൂണിറ്റ് വേണമെങ്കിൽ ഈ എപ്സിലോൺ ഇങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ. എപ്സിലോൺ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എന്ത് വരും? 1/4πk. നമുക്ക് യൂണിറ്റ് മാത്രം മതി. 1/4πk which is equal to, അപ്പോൾ 1/4π നോ യൂണിറ്റ്. അപ്പോൾ ആകെ കൂടി യൂണിറ്റ് ഉള്ളത് ആർക്ക്? കെക്കാണ് യൂണിറ്റ് ഉള്ളത്. എന്താ കെയുടെ യൂണിറ്റ്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം റേസ് ടു -2. സോ ദ യൂണിറ്റ് ഓഫ് എപ്സിലോൺ 0 ജസ്റ്റ് ഓപ്പോസിറ്റ്. എന്താ ഓപ്പോസിറ്റ് വരിക? ന്യൂട്ടൺ ഇൻവേഴ്സ്. ന്യൂട്ടൺ മുകളിലേക്ക് പോകുമ്പോൾ ന്യൂട്ടൺ ഇൻവേഴ്സ്, മീറ്റർ മുകളിലേക്ക് പോകുമ്പോൾ മീറ്റർ റേസ് ടു -2, കൂളം റേസ് ടു -2 മുകളിലേക്ക് പോകുമ്പോൾ കൂളം സ്ക്വയർ. സോ ദിസ് ഈസ് എ വാല്യൂ ഓഫ് വാട്ട്? എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പോൾ നമ്മൾ രണ്ട് ചാർജ് പാർട്ടിക്കിൾ ഫ്രീ സ്പേസിൽ അല്ലെങ്കിൽ എയറിൽ വെക്കുകയാണ്. ചാർജ് പാർട്ടിക്കിൾ 1 Q2, Q1 Q2 രണ്ട് ചാർജ് പാർട്ടിക്കിൾ എയറിൽ വെക്കുകയാണെങ്കിൽ ആ ചാർജ് പാർട്ടിക്കിൾ തമ്മിലുള്ള ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? F is equal to KQ1 Q2 by R square. F is equal to KQ1 Q2 by R square, where K is equal to 1/4π epsilon 0. Its value is 9 into 10 to the power 9. Where epsilon 0 is the permittivity of free space, its value is 8.852 into 10 to the power -12. Newton inverse Coulomb raised to Newton inverse meter raised to -2 Coulomb square. Right? That is about your first topic. Coulomb's law states that force of attraction or repulsion between two charged particles directly proportional to product of their charges and inversely proportional to square of the distance, and we are getting the base. Right? So that is a starting. Now we are discussing. അപ്പോൾ ഇനി വരികയാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു. ഞാൻ ചോദിച്ചു, ഒരു കുട്ടീനോട് ചോദിച്ചു, എന്താ സാറേ ഈ ഫോഴ്സ് ഇങ്ങനെ വരാത്തത്? This force is always the force, we can say Coulomb's force or electrostatic force എന്തെന്ന് പറയാം. ഒന്നുകിൽ നമുക്ക് Coulomb's force എന്ന് പറയാം, അല്ലെങ്കിൽ electrostatic force എന്ന് പറയാം. അപ്പോൾ ഈ Coulomb's force അല്ലെങ്കിൽ electrostatic force always acts in line joining between the charges. ഇപ്പോൾ ഒരു ചാർജ് പാർട്ടിക്കിൾ എവിടെയാണ്, ഒരു ചാർജ് പാർട്ടിക്കിൾ എവിടെയാണ്, ആ ചാർജ് പാർട്ടിക്കിൾ കണക്ട് ചെയ്യുന്ന ലൈൻ ഉണ്ടാവും അല്ലേ. സിൻസ് ഇറ്റ് ഈസ് എ പോയിന്റ് ചാർജ്. എന്താ മക്കളെ പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ? പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ആസ് കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. ആ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ദൂരം വെച്ച് നോക്കുമ്പോൾ സൈസ് ഓഫ് ദ ചാർജ് ഈസ് ടു സ്മോൾ. സൈസ് ഓഫ് ദ ചാർജ്, ഒരു ചാർജ് ഇവിടെ, ഒരു ചാർജ് ഇവിടെ. ആസ് കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്, സൈസ് ഓഫ് ദ ചാർജ് ഈസ് ടു സ്മോൾ. അപ്പോൾ നോക്കുകയാണ്, ഐ എം സെയിങ് ഒരു ചാർജ്, വൺ ചാർജ് ഈസ് ഹിയർ, വൺ ചാർജ് ഈസ് ഹിയർ. ദിസ് ഈസ് എ Q1, ദിസ് ഈസ് Q2. So what is the direction of the force? Direction of force always acting in the line joining. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ലൈൻ വരയ്ക്കണം അല്ലേ, ഒരു ലൈൻ വരയ്ക്കണം. അപ്പോൾ either this force can be in this direction or in this direction. ഇവിടെ in this direction, in this direction. So first പറയാം, ഡെഫിനിഷൻ പറഞ്ഞു. ഇപ്പോൾ ഡയറക്ഷൻ എങ്ങോട്ട് പറയാം? ഓൾവേസ് ദിസ് ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ദ ഡയറക്ഷൻ in the direction in such a way that it acts along the line joining between the two charges. This force acts along the line joining between the two charges. Second point. ഇനി നമ്മൾ നമ്മളതിൻ്റെ വെക്ടറിലേക്ക് പോവുകയാണ് അല്ലേ. അപ്പോൾ എന്താ നമ്മുടെ ഇക്വേഷൻ? ഫോഴ്സ് F is equal to 1/4π epsilon 0 Q1 Q2 by R square. F is equal to 1/4π epsilon 0 Q1 Q2 by R square. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഫോഴ്സ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ദിസ് സൈഡ് ഇറ്റ് ഷുഡ് ബി എ വെക്ടർ. അപ്പോൾ നോക്കൂ, ഇതെന്താണ്? മാഗ്നിറ്റ്യൂഡ്. ഇതിനിട്ട് ഇത് മാഗ്നിറ്റ്യൂഡാണ്, ഇവിടെ വെക്ടർ ഇല്ല. അപ്പോൾ ഈ സൈഡ് വെക്ടർ ആണെങ്കിൽ ഈ സൈഡ് എന്താവണം? എന്തായാലും ഒരു വെക്ടർ ആവണം. സോ വാട്ട് ഐ ക്യാൻ ഡു, ഞാനിവിടെ 1 കൊണ്ട് ഐ മൾട്ടിപ്ലൈങ് ബൈ 1, വാല്യൂ വിൽ നോട്ട് ചേഞ്ച്. സേ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് 1, ഞാൻ 1 മായിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു യൂണിറ്റ് വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് 1, ഒരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നൗ സി, ദിസ് ഈസ് എ വെക്ടർ, ദിസ് സൈഡ് യൂണിറ്റ് വെക്ടർ കൊണ്ട് മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്താൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഷുഡ് ബി എ വെക്ടർ. യൂണിറ്റ് വെക്ടർ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. റെഡി? നോക്കിക്കോളൂ, ഫോഴ്സ് ഞാൻ ഇനി സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഫസ്റ്റ് ചാർജ് due to second charge. Force acting on the first charge due to second charge when the charge particles are similar, like charges.
നോക്കുക, ഇനി വെക്ടർ എഴുതുമ്പോൾ യൂണിറ്റ് വെക്ടർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, I can say one unit vector in this direction. ഒരു യൂണിറ്റ് വെക്ടർ ഇൻ ദിസ് ഡയറക്ഷൻ, Q1-ൽ നിന്ന് Q2-ലേക്ക് പോകുന്ന ഒരു യൂണിറ്റ് വെക്ടറിനെ ഞാൻ വിളിക്കും യൂണിറ്റ് വെക്ടർ. പോകുന്നത് എവിടെ നിന്നാണ്? 1-ൽ നിന്ന്. എവിടെയാണ് എത്തുന്നത്? 2-ൽ. സോ Q12, റൈറ്റ്. ഇനി ഞാൻ പറയാണ് ഈ Q2 ഇനി തിരിച്ചൊരു വെക്ടർ പറയാണ്, യൂണിറ്റ് വെക്ടർ ഇൻ ദിസ് ഡയറക്ഷൻ. ഞാൻ പറയാണ് യൂണിറ്റ് വെക്ടറെ ഫ്രം വെയർ യു ആർ സ്റ്റാർട്ടിങ്. ചോദിക്കണം, നിങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത് 2-ൽ നിന്നാണ്. അപ്പോൾ എഴുതിക്കോളൂ 2. എവിടെയാണ് എത്തുന്നത്? 1-ലാണ്. സോ ദ വെക്ടർ ഈസ് വാട്ട്? R21, റൈറ്റ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇവിടെ നിങ്ങൾക്ക് യൂണിറ്റ് വെക്ടർ, 2 യൂണിറ്റ് വെക്ടർ ഉള്ളത്, R12 ഉണ്ട്, R21 ഉണ്ട്. സോ ഞാൻ F12 എഴുതുമ്പോൾ R12 എഴുതണോ R21 എഴുതണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. R12 എഴുതണോ R21 എഴുതണോ? യെസ്, ഏതാ? R21. വൈ? ബിക്കോസ് F21 ഇങ്ങോട്ടാ പോവുക. അപ്പോൾ നിങ്ങൾ നോക്കണം, ഈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ, നോക്കൂ, R12 പോകുന്നത് അങ്ങോട്ടാ. നമുക്ക് വേണ്ടത് ദിസ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ്. നോക്കൂ, R21. ഒന്നുകൂടി എഴുതി നോക്കാം. നമുക്ക് F21 എഴുതി നോക്കാം അല്ലേ? F21 വെക്ടർ എഴുതി നോക്കാം. F21 എന്താ ഇക്വേഷൻ? ഫസ്റ്റ് യു റൈറ്റ് മാഗ്നിറ്റ്യൂഡ്. എന്താ മാഗ്നിറ്റ്യൂഡ്? 1/4πε0 Q1 Q2 മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല. Q1 Q2 ഡിസ്റ്റൻസ് മാറുന്നില്ല, R² ഇൻറ്റു യൂണിറ്റ് വെക്ടർ വേണം അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കുക, F21 എങ്ങോട്ടാണ് മക്കളെ പോവുക? F21 പോവുക അങ്ങോട്ടാണ്. F21. അപ്പോൾ F21-ൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ, F21-ൻ്റെ 2 യൂണിറ്റ് വെക്ടർ ഉള്ളത്. F21-ൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ R12. R12. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും മാറ്റാം. ഐ മീൻ വെക്ടർ ഫോമിലേക്ക് ഒന്നുകൂടെ വൃത്തിയാക്കി എഴുതുകയാണെങ്കിൽ നോക്കിക്കോളൂ. നിങ്ങൾ ചെറിയ ക്ലാസ്സിലല്ല 11th നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. A cap is equal to vector A by mod A, right? A cap is equal to vector A by mod A, അല്ലേ? യൂണിറ്റ് വെക്ടർ സമം റിയൽ വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദറ്റ് വെക്ടർ. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇതൊരു യൂണിറ്റ് വെക്ടറാണ്. R21 ഒരു യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ ഞാൻ ഇതിനെ മാറ്റി എഴുതാൻ പോകട്ടെ. നോക്കിക്കോളൂ, മാറ്റി എഴുതുകയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 divided by R² into 1/4πε0 Q1 Q2 by ഒരു മാറ്റവും ഇല്ല. നോക്കൂ, ഈ യൂണിറ്റ് വെക്ടർ എനിക്ക് എങ്ങനെ എഴുതാം? റിയൽ വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് മീൻസ് ഡിസ്റ്റൻസ്. അപ്പോൾ ഞാൻ എഴുതുകയാണ് R21-നെ ഞാൻ മാറ്റി എഴുതുന്നു R21 വെക്ടർ. R21 എങ്ങനെ എഴുതുക? യൂണിറ്റ് വെക്ടറിന് റിയൽ വെക്ടർ ബൈ മോഡ് വെക്ടർ എന്ന് എഴുതുകയാണ്. അപ്പോൾ യൂണിറ്റ് വെക്ടറിന് റിയൽ വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് R21 which is equal to 1/4πε0 Q1 Q2 by Q1 Q2 by മോഡുലസ് ഓഫ് R21-ൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഡിസ്റ്റൻസ് ആണ്. സോ അതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ എത്ര റെപ്രസെൻ്റ് ചെയ്യുക? 6 കൊണ്ടാണ്. അപ്പോൾ R × R². മോഡുലസ് എന്ന് പറയുന്നത് ആ ദൂരമാണ്. ആ ദൂരം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക 6 കൊണ്ടാണ്. അപ്പോൾ R × R വി ക്യാൻ സേ R³ ഇൻറ്റു വെക്ടർ R21. സോ ദിസ് ഈസ് എ വെക്ടർ ഇക്വേഷൻ. നോക്കൂ, വെക്ടറിൽ നമുക്ക് ഫോഴ്സ് കിട്ടുന്നു F12 is equal to 1/4πε0 Q1 Q2 by R³ ഇൻറ്റു വെക്ടർ R21, റൈറ്റ്? അപ്പോൾ ഇത് വെക്ടർ ഇക്വേഷൻ എഴുതുമ്പോൾ മാത്രമേ എഴുതാൻ പാടുള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യില്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താ നമ്മുടെ ഇക്വേഷൻ? F is equal to 1/4πε0 Q1 Q2 by R². ദിസ് ഈസ് ഓൺലി ഫോർ വെക്ടർ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ മാത്രം. റെഡി? അപ്പോൾ ഇതിലും നിങ്ങൾക്ക് എഴുതാം. ദിസ് കേസ് ഓൾസോ ഈ യൂണിറ്റ് വെക്ടർ എന്താക്കാം? റിയൽ വെക്ടർ ബൈ മോഡുലസ് ആക്കുമ്പോൾ ഇവിടെ എന്ത് വരും? R³ ഇവിടെ എന്ത് വരും? വെക്ടർ വരും. വെക്ടർ ഇക്വേഷൻ ഫോർ കൂലംസ് ലോ, റൈറ്റ്? വെക്ടർ ഇക്വേഷൻ ഫോർ കൂലംസ് ലോ. ഇനി നോക്കിക്കോളൂ, ഇനി ഒരു മാജിക്കാണ്.
മാജിക് നോക്കിയോളൂ. നമുക്ക് R12 എന്ന് പറയുന്നത് അങ്ങോട്ട് പോകുന്നൊരു വെക്ടർ, R21 എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരുന്നൊരു വെക്ടർ, R12 R21 അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ബോത്ത് മാഗ്നിറ്റ്യൂഡ്സ് ആർ സെയിം, യൂണിറ്റ് വെക്ടേഴ്സാണ്, മാഗ്നിറ്റ്യൂഡ് ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്നാണ്, ഡയറക്ഷൻ മാത്രം മാറ്റുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും യൂണിറ്റ് വെക്ടർ R12 = മൈനസ് യൂണിറ്റ് വെക്ടർ R21. യൂണിറ്റ് വെക്ടർ R12 = മൈനസ് ഓഫ് യൂണിറ്റ് വെക്ടർ, ബോത്ത് ആർ ഓപ്പോസിറ്റ്, അത്രേ ഉള്ളൂ. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, 1 4 ആണെങ്കിൽ ഒന്ന് ഒന്നാണെങ്കിൽ -1 നെഗറ്റീവ് ഡയറക്ഷൻ എഴുതാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ ചെയ്യാൻ പോവാണ് ഈ R12 പകരം എനിക്ക് എന്ത് കൊടുക്കാം, R12 പകരം -R21 കൊടുക്കാം അല്ലേ. അപ്പോൾ ഇതാ R12 എവിടെ പോയി, R12 ഞാൻ മാറ്റി കൊടുക്കാൻ പോവാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2/R². R12 ഞാൻ കൊടുക്കുന്നു -R21. അപ്പോൾ ഞാൻ ഈ മൈനസിനെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് എഴുതാണ് യൂണിറ്റ് വെക്ടർ 1/4πε0 Q1 Q2/R² ഇൻറ്റു R21. അപ്പോൾ മൈനസ് എവിടെ, മൈനസ് ഇത് അവിടെ ഉണ്ട്, മൈനസ്. അപ്പോൾ മക്കളെ നോക്കുക, ഇതെന്താണ്, ദിസ് ഈസ് മൈ F21 ആണല്ലേ. അപ്പോൾ ഒന്ന് നോക്കുക, F21 is equal to 1/4πε0 Q1 Q2/R² ഇൻറ്റു R21. നോക്ക് 1/4πε0 Q1 Q2/R², Q1 Q2/R², R21. ഇതെന്താ സാധനം, F12 ആണ്. അപ്പോൾ എന്താ അഡീഷണൽ ആയിട്ട് വന്നത്, ഇതാ ഇവിടെ അധികം നെഗറ്റീവ് സൈൻ മാത്രം. സോ വിച്ച് ഈസ് ഈക്വൽ ടു -F12. So we can say each charge particle, if one force is 5 Newton, next force will be -5 Newton. Coulomb's law obeys what, Newton's third law of motion. Isn't forces are equal in magnitude but opposite in direction. Coulomb's force equal in magnitude and opposite in direction, which obeys എന്താണ്, ന്യൂട്ടൺസ് ലോ ആണ്, ന്യൂട്ടൺസ് ലോ. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാണ് ഞാൻ. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, വീഡിയോ പോസ് ചെയ്യണം, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം ഫോർ ഫർദർ റീഡിങ്. ഫൈൻ. അപ്പോൾ ഇനി നമ്മൾ പറയുന്നു ഈ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഒന്നുകൂടെ പറയണം. F is equal to 1/4π magnitude only I am writing 1/4πε0 Q1 Q2/R². ദിസ് ഇക്വേഷൻ, ഈ ഇക്വേഷന് നിങ്ങൾ 11th പഠിച്ച ഒരു ഇക്വേഷനായിട്ട് എന്തുണ്ട്, സാമ്യമുണ്ട് അല്ലേ, വിച്ച് റിസംബിൾസ് വൺ ഇക്വേഷൻ വിച്ച് യു ഹാവ് ഓൾറെഡി ലേൺഡ് ഇൻ 11th സ്റ്റാൻഡേർഡ്. എന്താ ഇക്വേഷൻ, നമ്മൾ 11th പഠിച്ചിട്ടുണ്ട്, 2 മാസസ് M1 ആൻഡ് M2 അല്ലേ. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമ്മൾ പറയുന്നു ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ചാർജ് പാർട്ടിക്കിൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇവിടെ നമ്മൾ എഴുതുന്ന കോൺസ്റ്റന്റ് കഴിഞ്ഞ കൊല്ലം നമ്മൾ എഴുതിയത് G ആണ്, 6.1 × 10⁻⁻11. So G M1 M2/R². So this Coulomb's law നമുക്ക് എങ്ങനെ എഴുതാം, Coulomb's law F is equal to K 1/4πε0 എന്താ നമ്മുടെ, അതാണ് നമ്മൾ കോൺസ്റ്റന്റ് K 9 × 10⁻9 Q1 Q2/R². So both Coulomb's law and Newton's law of gravitation have same structure. Coulomb's law and this is what a Coulomb's force, this is what a gravitational force. So Coulomb's force and gravitational force equation have same structure. Both are inversely proportional to what, square of the distance, square of the ഞാൻ പറയാണ് എന്തൊക്കെയാണ് ന്യൂട്ടൺസ് ലോയും കൂളംസ് ലോയും തമ്മിലുള്ള സിമിലാരിറ്റി ചോദിക്കാൻ നിങ്ങൾ പറയണം ഹാവിങ് സെയിം സ്ട്രക്ചർ ആണ്. ഇക്വേഷൻ എഴുതി വെക്കുക. ബോത്ത് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ചോദിക്കുക എന്താ തമ്മിലുള്ള വ്യത്യാസം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൂളംസ് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. Coulomb's force can be attractive or repulsive. നമ്മൾ സ്റ്റാർട്ടിങ് അങ്ങനെയാണ്, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ അല്ലേ. അപ്പോൾ ദിസ് Coulomb's force can be attractive or repulsive. Gravitational force only attractive. Gravitational force എന്തേ ഉണ്ടാവുള്ളൂ, ഓൺലി അട്രാക്റ്റീവ് ആയിരിക്കും. Coulomb's lawയുടെ കോൺസ്റ്റന്റ് ഡിഫറൻസ് ഞാൻ പറയാം കേട്ടോ. ഒന്നാമത്തെ എന്താണ്, ഒന്നെങ്കിൽ ഇത് അട്രാക്റ്റീവും റിപ്പൾസീവും ആവും, ഇത് അട്രാക്റ്റീവ് മാത്രം. ഹിയർ K is equal to 9 × 10⁻9 1/4πε0. ഹിയർ G യൂണിവേഴ്സൽ കോൺസ്റ്റന്റ്, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് 6.11 × 10⁻11. So which is what a constant
all over the space, right? So ഇവിടെ നമുക്ക് പറയാം ഈ k value, this k value depends on medium. K value ഞാൻ പറഞ്ഞത് എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്, എയർ ആണ്. അപ്പോൾ നിങ്ങളത് വേറൊരു മീഡിയത്തിൽ വാട്ടറിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ എപ്സിലോൺ 0യുടെ വാല്യൂ മാറും അല്ലേ? അപ്പോൾ വാട്ടറിൽ വാല്യൂ മാറും. നെക്സ്റ്റ് മീഡിയം ഓയിലിൽ മീഡിയം, ആസ് മീഡിയം ചേഞ്ചസ് ഈ കോൺസ്റ്റൻറ്റ് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങൾ ജി വാല്യൂ വിച്ച് ഇസ് കോൺസ്റ്റൻറ്റ്, യൂണിവേഴ്സൽ കോൺസ്റ്റൻറ്റ്, ഇത് മാറില്ല. സോ കെ വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ മീഡിയം, ഇറ്റ് ഈസ് വാട്ട് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മീഡിയം. ഈ 2 മാസം നിങ്ങൾ എയറിൽ വെക്കുന്നു ഒരു ഫോഴ്സ് കിട്ടും, വാട്ടറിൽ വെക്കുന്ന വേറൊരു ഫോഴ്സ് കിട്ടും, വെള്ളത്തിൽ വെക്കുന്ന വേറൊരു ഫോഴ്സ് കിട്ടും. പക്ഷേ ഈ മാസസ് നിങ്ങൾ എവിടെ വെച്ചു, എയറിൽ, വാട്ടറിൽ, wherever you are keeping this mass, this force will be constant. It is independent of medium, depends on medium, right? When the charge particles are, when the masses are moving, ഈ മാസ് മൂവ് ചെയ്യുമ്പോൾ ഫോഴ്സ് remains same. Force എന്താണ്? Gravitation force remains same. There is no additional force. But when the charge particles are moving, charge particle move ചെയ്യുമ്പോൾ additionally ഒരു ഫോഴ്സ് കൂടെ വരുന്നുണ്ട്. That force we are calling it as Lorentz force. Lorentz force. When the charge particles are moving, in addition with the Coulomb's force, Lorentz force also is there. അപ്പോൾ നമ്മൾ പറയുക Lorentz force വരുന്നുണ്ട്. ഇവിടെ എന്ത് വരില്ല, മാസ് മൂവ് ചെയ്താലും കുഴപ്പമില്ല, only one force. ഇവിടെ ചാർജ് മൂവ് ചെയ്താൽ 2 ഫോഴ്സ്, Coulomb's force ആൻഡ് Lorentz force. Lorentz force ഒക്കെ നമ്മൾ 4-5 ചാപ്റ്ററിൽ പഠിക്കും കേട്ടോ, പേടിക്കണ്ട. ഫൈൻ. സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് പോയിന്റ്. റൈറ്റ്, ഗോയിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. നോക്കൂ, എനിക്ക് ഒരു ചാർജ് പാർട്ടിക്കിൾ Q1 ആൻഡ് Q2 separated by a distance r. Now I am keeping this charge particle in free space or air. What is the force? Force of attraction or repulsion F is equal to 1/4 pi epsilon 0. 1/4 pi epsilon 0. പറഞ്ഞു നോക്കൂ. Force is equal to 1/4 pi epsilon 0 Q1 Q2 divided by r square. മാഗ്നിറ്റ്യൂഡ് മാത്രം ഞാൻ പിടിക്കാം കേട്ടോ, മാഗ്നിറ്റ്യൂഡ് നോക്കാം. F is equal to 1/4 pi epsilon 0. അപ്പോൾ ഞാനിവിടെ വെക്കുന്നത് ഫോഴ്സ് ഇൻ എയർ. ഫോഴ്സ് ഇൻ എയർ ഇസ് ഈക്വൽ ടു 1/4 pi epsilon 0 Q1 Q2 by r square. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇതേ ചാർജ് പാർട്ടിക്കിൾ ഇതേ ഡിസ്റ്റൻസ് വെച്ചിട്ട് നേരെ ഒരു മീഡിയത്തിലേക്ക് ഇറക്കി വെക്കുകയാണ്. സോ ഞാനിത് എന്ത് ചെയ്യുന്നു, ഒരു മീഡിയത്തിലേക്ക് ഇറക്കി വെക്കുന്നു. ഫോഴ്സ് ഇൻ മീഡിയം കാണുകയാണ്. ഫോഴ്സ് ഇൻ മീഡിയം ഇസ് ഈക്വൽ ടു എന്ത് വരും, 1/4 pi. എനിക്ക് എപ്സിലോൺ 0 എഴുതാൻ പറ്റില്ല, ബിക്കോസ് ദിസ് ഈസ് എ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇത് മീഡിയമാണ്. അപ്പോൾ ഞാൻ എഴുതാണ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം, 0 തരുന്നത് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. അപ്പോൾ നോക്ക്, ഞാൻ ജസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഐ എം ഡിവൈഡിങ് ദിസ് ഇക്വേഷൻ. ഫോഴ്സ് ഇൻ എയർ ബൈ ഫോഴ്സ് ഇൻ മീഡിയം is equal to, ഫോഴ്സ് ഇൻ എയർ ബൈ ഫോഴ്സ് ഇൻ മീഡിയം is equal to 1/4 pi cancelled. Q1 Q2 cancelled, ഡിസ്റ്റൻസ് cancelled. അപ്പോൾ എന്താ ബാക്കിയുള്ളത്, എപ്സിലോൺ മുകളിൽ പോകില്ലേ. അപ്പോൾ ബാക്കിയുള്ളത് എപ്സിലോൺ ബൈ എപ്സിലോൺ 0, പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പോൾ ഇതിന് നമ്മൾ പറയുക റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന്. എന്താ പറയുക, റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇവിടെ എഴുതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പറയും ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. Which is equal to dielectric constant what, K. So force in air by force in medium which is equal to epsilon by epsilon naught. എന്തതിൻ്റെ പേര്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി. നോക്കിക്കോളൂ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ ഞാൻ എഴുതാൻ പോവാണ് ഫോഴ്സ് ഇൻ എയർ ബൈ ഫോഴ്സ് ഇൻ മീഡിയം വിച്ച് ഇസ് ഈക്വൽ ടു എപ്സിലോൺ r. So we can say, so this is ഓർത്ത് വെച്ചോളൂ, force in air by force in medium is equal to epsilon r, relative permittivity. Always permittivity of medium is ആണ്. Permittivity of medium is greater than permittivity of free space. ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി എപ്പോഴും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ ഫോഴ്സ്
കുറവായിരിക്കും. മീഡിയത്തിൽ ഫോഴ്സ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ 2 ചാർജ് പാർട്ടിക്കിൾ എയറിൽ വെച്ചു, അതേ ചാർജ് പാർട്ടിക്കിൾ മീഡിയത്തിൽ വെച്ചു. മീഡിയത്തിൽ യു വിൽ എക്സ്പീരിയൻസ് ലെസ് ഫോഴ്സ് ബിക്കോസ് എപ്സിലോൺ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ വാട്ട്? എപ്സിലോൺ നോട്ട്. റൈറ്റ്? സോ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചോളൂ. FA/FM is equal to എപ്സിലോൺ ആർ. ചോദ്യം ഇങ്ങനെയാണ്, ഒരു ചോദ്യം കേട്ടോളൂ. when I am keeping 2 charged particles in air, the force of repulsion which I have experienced is 400 Newton. When I was keeping 2 charged particles in air, the force of repulsion 400 Newton. 2 ചാർജ് പാർട്ടിക്കിൾ എയറിൽ വെച്ചപ്പോൾ 400 ന്യൂട്ടൺ ആയിരുന്നു എനിക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തത്. ഇഫ് ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് വാട്ടർ ഈസ് 80, വാട്ടറിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി 80 ആണെങ്കിൽ ഇതേ ചാർജ് പാർട്ടിക്കിൾ ഇതേ ഡിസ്റ്റൻസിൽ വാട്ടറിൽ വെക്കുമ്പോൾ എത്രത്തോളം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും? വാട്ട് ഈസ് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഫോഴ്സ് for the same charge particle the same distance when they are keeping in a medium of water whose relative permittivity 80. അപ്പോൾ ഇങ്ങനെ പ്രോബ്ലം വരും. എയറിൽ ഫോഴ്സ് വരും, റിലേറ്റീവ് പെർമിറ്റിവിറ്റി വരും, മീഡിയത്തിലെ കാണും. അപ്പോൾ ഓർത്ത് നോക്കുക എന്താ ഇക്വേഷൻ? ഫോഴ്സ് ഇൻ എയർ ബൈ ഫോഴ്സ് ഇൻ മീഡിയം ഇസ് ഈക്വൽ ടു എപ്സിലോൺ ആർ. നിങ്ങളുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ ഇക്വേഷൻ? ഫോഴ്സ് ഇൻ എയർ ബൈ ഫോഴ്സ് ഇൻ മീഡിയം ഇസ് ഈക്വൽ ടു എപ്സിലോൺ ആർ. ഫോഴ്സ് ഇൻ എയർ തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ്? 400 ബൈ ഫോഴ്സ് ഇൻ മീഡിയം യു ഹാവ് ടു ഫൈൻഡ് ഫോഴ്സ് ഇൻ വാട്ടർ വിച്ച് ഇസ് ഈക്വൽ ടു 80. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോളൂ. അപ്പം എന്ത് വരും? ഫോഴ്സ് ഇൻ വാട്ടർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് വരും, റിലേറ്റീവ് പെർമിറ്റിവിറ്റി വരും, മീഡിയത്തിലെ കാണും. അപ്പോൾ ഓർത്ത് നോക്കുക എന്താ ഇക്വേഷൻ? ഫോഴ്സ് ഇൻ എയർ ബൈ ഫോഴ്സ് ഇൻ മീഡിയം ഇസ് ഈക്വൽ ടു എപ്സിലോൺ ആർ. നിങ്ങളുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ ഇക്വേഷൻ? ഫോഴ്സ് ഇൻ എയർ ബൈ ഫോഴ്സ് ഇൻ മീഡിയം ഇസ് ഈക്വൽ ടു എപ്സിലോൺ ആർ. ഫോഴ്സ് ഇൻ എയർ തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ്? 400 ബൈ ഫോഴ്സ് ഇൻ മീഡിയം യു ഹാവ് ടു ഫൈൻഡ് ഫോഴ്സ് ഇൻ വാട്ടർ വിച്ച് ഇസ് ഈക്വൽ ടു 80. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോളൂ. അപ്പം എന്ത് വരും? ഫോഴ്സ് ഇൻ വാട്ടർ ഇസ് ഈക്വൽ ടു 5. 400 by 80 5. അപ്പോൾ 5 ന്യൂട്ടൺ. നോക്കൂ, when I was keeping this one in air the force was 400. 400 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ടായിരുന്നു. Now the force is what? 5 Newton. So that is equation ഓർത്ത് വെച്ചോളൂ. in the case of water when you are keeping in medium. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഫോഴ്സ് ഇൻ എയർ പഠിച്ചു വെക്കേണ്ട ഫസ്റ്റ് ഇക്വേഷൻ. ഫോഴ്സ് ഇൻ എയർ ബൈ ഫോഴ്സ് ഇൻ മീഡിയം എപ്സിലോൺ ആർ. അപ്പോൾ നമ്മൾ ഒരു മീഡിയത്തിലേക്ക് ചാർജ് പാർട്ടിക്കിൾ മാറ്റുമ്പോൾ എപ്സിലോൺ ആർ ടൈംസ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. ഫോഴ്സ് എപ്സിലോൺ ആർ ടൈംസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൂളംസ് ലോവിനെ പറ്റി പറയുന്നത്. ഓവറോൾ ഓൾ ദ പോയിന്റ്സ് വി ഹാവ് ഡിസ്കസ്ഡ്. കൂളംസ് ലോവിനെ പറ്റി ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയിന്റുകളൊക്കെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ പോയിന്റും കൂളംസ് ലോയുടെ എല്ലാ പോയിന്റും നമ്മൾ എന്ത് ചെയ്തു? ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത് കൂളംസ് ലോയുടെ പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ബേസിക്കിൽ നിന്ന് തുടങ്ങിയിട്ട് കുറച്ച് ടഫ് ഒരു എൻട്രൻസ് രീതിയിലേക്ക്, എൻട്രൻസ് നീറ്റ് അല്ലെങ്കിൽ JEE എക്സാമിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ്, ആ ഒരു ലെവലിലേക്ക് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുക പ്രോബ്ലംസ് ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് വി വിൽ ഡിസ്കസ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.